നമസ്കാരം. ഇൻസൈഡ് സ്റ്റോറീസ് മലയാളത്തിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്നത് ഒരു സ്ക്രീൻഷോട്ട് വിവാദമാണ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. എന്താണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം? ആരാണ് പ്രതിസ്ഥാനത്ത്? ആരാണ് മറുപടി പറയേണ്ടത്? നമുക്ക് പരിശോധിക്കാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ ഉയർന്ന വിവാദമാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. ഷാഫി പറമ്പിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി വോട്ട് പിടിക്കാൻ മുസ്ലിമായ ആരോ ഒരാൾ വാട്സപ്പിൽ വർഗീയത ഉപയോഗിച്ച് എഴുതുന്നു എന്ന രൂപേണയാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ടിലെ എഴുത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്. മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി. ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? നമ്മളിൽ പെട്ടവനല്ലേ? ചിന്തിച്ച് വോട്ട് ചെയ്യൂ. ഒറ്റനോട്ടത്തിൽ അങ്ങേയറ്റം വർഗീയത ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു UDFകാരനായ മുസ്ലിമായ ഒരാളുടെ വാട്സപ്പിലെ എഴുത്ത്. വടകരയടക്കം നാദാപുരമടക്കം അങ്ങേയറ്റം സെൻസിറ്റീവായ വിവിധ പ്രദേശങ്ങളുള്ള വടകരയിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയേക്കാവുന്ന കലാപ ശ്രമങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ പിന്നീട് കാലങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഇക്കാര്യത്തിൽ പോലീസ് റിപ്പോർട്ട് വരുന്നു. പോലീസ് റിപ്പോർട്ടിൽ പക്ഷേ കാര്യങ്ങൾ വേറൊരു വിധമാണ്, മറ്റൊരു വിധമാണ്. ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് CPM അനുകൂലികളുടെ വാട്സപ്പ് ഗ്രൂപ്പായ റെഡ് എൻകൗണ്ടറിലാണ്. പോസ്റ്റ് ചെയ്തത് റിബേഷ് രാമകൃഷ്ണൻ, DYFIയുടെ മേഖലാ നേതാവ്. രണ്ടാമതും മൂന്നാമതും നാലാമതും പ്രത്യക്ഷപ്പെടുന്നത് CPM അനുകൂല പേജുകളിലാണ്. 2024 ഏപ്രിൽ 25 മുൻ MLA KK ലതികയുടെ FB പേജിലും ഇക്കാര്യം വരുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം, വർഗീയതയെ ആളിക്കത്തിക്കുന്ന, അങ്ങേയറ്റം കലാപങ്ങൾക്ക് വഴിമരുന്നിട്ടേക്കാവുന്ന ഒരു നികൃഷ്ടമായ പോസ്റ്റ്. ഇത് ആരുടെ എഴുത്താണ്? ആദ്യം CPMന്റെ അനുമാനം. CPM പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നത് മുസ്ലിം ലീഗുകാരനായ മുഹമ്മദ് കാസിമിനെയാണ്. UDFലെ മുസ്ലിം ലീഗിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ MSFന്റെ പ്രവർത്തകൻ. പക്ഷേ അദ്ദേഹം അത് നിഷേധിക്കുന്നു. പോലീസിന് മുമ്പിൽ തൻ്റെ ഫോൺ ഹാജരാക്കുന്നു. പിന്നീട് പോലീസ് FIR ഇടാതെ വന്നപ്പോൾ ഹൈക്കോടതി വഴി നീതിക്ക് ശ്രമിക്കുന്നു. അതിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെയാണ് CPMകാരനാണ് ഇത് ആദ്യമായി പ്രചരിപ്പിച്ചത് എന്നത് പുറത്തു വന്നത്. ഇപ്പോൾ CPM പ്രതിരോധത്തിലാണ്. ഈ അങ്ങേയറ്റം വർഗീയതയ്ക്ക് കാരണമാകുന്ന, അങ്ങേയറ്റം കലാപത്തിന് ഹേതുവാകുന്ന ഈ പോസ്റ്റ് എങ്ങനെ വന്നു? ഇത് ഇനി വിശദീകരിക്കേണ്ടത് CPM തന്നെയാണ്. കാരണം തങ്ങളുടെ നേതാക്കളാണ്, പ്രാദേശിക നേതാക്കളാണ്, സംസ്ഥാന സമിതി അംഗമാണ് ഇക്കാര്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമൂഹത്തോട്, അങ്ങേയറ്റം വർഗീയവത്കരിക്കപ്പെടുന്ന സമൂഹത്തോട് അതിനാക്കം കൂട്ടുന്ന വിധത്തിൽ വീണ്ടും പോസ്റ്റ് ചെയ്തത് എന്തിനെന്ന് വിശദീകരിക്കേണ്ടത് CPM ആണ്. ഏത് സോഷ്യൽ മീഡിയ, ഏത് സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയാണ് ഇത് പോസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കേണ്ടത് KK ലതിക കൂടിയാണ്. നമുക്ക് സമൂഹം കൂടുതൽ വർഗീയ ചിന്തയിലേക്ക് പോകാതിരിക്കാൻ CPM തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി.